ಚಂದ್ರಚೂಡ ಶಿವಶಂಕರ ಪಾರ್ವತಿ ರಮಣ ನಿನಗೆ ನಮೋ ನಮೋ. ಚಂದ್ರಚೂಡ ಶಿವಶಂಕರ ಪಾರ್ವತಿ ರಮಣ ನಿನಗೆ ನಮೋ ನಮೋ. ಸುಂದರತರ ಪಿನಾಗಧರ ಹರ ಸುಂದರತರ ಪಿನಾಗಧರ ಹರ ಗಂಗಾಧರ ಗಜಾಚರ್ಮಾಂಬರಧರ ಗಂಗಾಧರ ಗಜ ಚರ್ಮಾಂಬರಧರ. ಚಂದ್ರಚೂಡ ಶಿವಶಂಕರ ಪಾರ್ವತಿ ರಮಣ ನಿನಗೆ ನಮೋ ನಮೋ. ചലനം മലരേ രാവിൽ രതിമദനലോലമൊരു നർത്തനരംഗം ധ്വനിതരംഗതരളം പദമൃദുല മധുരചലനം ധ്വനിതരംഗതരളം പദമൃദുല മധുരചലനം. നിലാമഴയിൽ നാണമായി നനഞ്ഞവളേ ജൂണിലെ നിലാമഴയിൽ നാണമായി നനഞ്ഞവളേ ഒരു ലോലമാം നറുതുള്ളിയായി ഒരു ലോലമാം നറുതുള്ളിയായി നിന്റെ നിറുകിലുരുകുന്നതിൻ ഹൃദയം ജൂണിലെ നിലാമഴയിൽ മഴയിൽ മഴയിൽ മഴയിൽ. വൈഗ എന്തോ അബി എന്തോ നിനക്കൊന്ന് ഡാൻസ് കളിച്ചൂടാ അവളുടെ കൂടെ? ഇവനെന്താ ഇത്ര ജാടയിട്ട ഡാൻസ് കളിക്കാൻ? എനിക്കറിയത്തില്ല. ഇല്ലേ ഇവനോട് ഞാൻ ആകുന്ന പറഞ്ഞ ഡാൻസ് കളിക്കാൻ. ഞാൻ ഡാൻസ് കളിക്കണെന്ന്. അവൻ കളിച്ചില്ലേ? കുറച്ച് കളിച്ചോളൂ, പക്ഷെ അതെന്തോ വലിച്ചു. അത് വലിയ ഭാഗ്യം ആണല്ലേ? ഓക്കെ, എന്തായാലും ചോദിക്കാം. ശരത് സർ, മോള് നന്നായിട്ട് പാടിയടാ, നല്ല തുടക്കമൊക്കെ നല്ല. പിന്നെ എനിക്ക് മോളെ ആ മുകളിലേക്കുള്ള പോർഷൻ ഇപ്പൊ നിനക്ക് നിന്റെ ഒരു ലോയും മിഡും നല്ല
സ്ട്രോങ് ആയിട്ട് നല്ല മേളിലോട്ട് പോകുമ്പോൾ ഒരു അങ്ങ് മെലിഞ്ഞ് അങ്ങ് വലയുന്നു. അത് ഒന്ന് നോക്കിക്കൊള്ളാം മോള് കേട്ടോ. നന്നായിട്ട് പാടുന്നു, നല്ല സുഖമായിരുന്നു മോള് പാടുന്നു കേൾക്കാൻ. മോനെ ചക്കരെ, എന്തോ സാർ? നിങ്ങൾ അത് പാടിയിട്ട് വന്ന് മോനെ ഈ തില്ലാന കഴിഞ്ഞിട്ട് എന്താണ് നീ പറഞ്ഞത്? നാഗൃതാനിധി. നാതൃധാനിധി, നാതൃധ കേട്ടോ. മക്കളെ ആ പ്രേമം അതൊന്ന് പാടാമോ? പ്രേമം ഒഴുകാം രാഗനദിയാ പ്രേമമതിരനുരയും ശ്യാമനീയാമിനി ഉടലോടുടലൊരു ചടുല താളജതി മന്മഥ നടനം. അത് വലിയ നീയാണോ? ആണോ? ആ കാര്യം അതുവരെ ഇല്ലായിരുന്നു, അത് അതുകൊണ്ടാ ചോദിച്ചേട്ടോ. അതാണെങ്കിൽ ഓക്കെ മോനെ. പിന്നെ മക്കളെ അത് മോള് വൈക പാടി നന്നായിരുന്നു മോളെ കേട്ടോ. പിന്നെ അഭിനവേ എന്തോ സാർ? ആ ജൂണില്ലേ എന്തിനാടാ അത്രയും ശക്തി? ജൂണല്ലേ ഇത്? ആ അതിനെന്തിനാ ഇത്ര ഒരു ആ സംഗതിക്ക് ഇത്രയും ശക്തി? പാടിക്കാത്, രണ്ടടി തരും ഞാൻ. ജൂണിലെ അതെന്തിനാണെന്നാ ഞാൻ ചോദിച്ചത്. ജൂണിലെ അങ്ങനെ അങ്ങ് പാടിയാ പോരെ മോനെ? അങ്ങനെ ആണെങ്കിലും മതി. ജൂണിലെ മതി മോനെ. അതെ. അതിന്റെ ആവശ്യമില്ലടാ. അല്ല ശരത്തേട്ടാ, ഇങ്ങനൊരു സംഗതി ഉണ്ട്. ജൂണിലെ അത് ബ്യൂട്ടിഫുൾ അത്. അല്ല നിനക്ക് ഇങ്ങനെ അവന് സംഗതിയും പാടണം, ബലം പിടിക്കുകയും ചെയ്യും. ബലം പിടിക്കാതെ പാടാമോ മക്കളെ? ജൂണിലെ മതി. ജൂണിലെ ഒരു എക്സ്ട്രാ സംഗതി കൂട്ടിയിട്ട് കേടക്കട്ടെ പോകുന്ന വഴിക്ക് വേറെ സാധനം കൂടി ഇരുന്നോട്ടെ. മക്കളെ പറഞ്ഞ മനസ്സിലായോ? മനസ്സിലായാൽ മതി. അതിന് അത്രയും ബലം വേണ്ടടാ. അത് ആ നിലാമഴയായിട്ടൊക്കെ അതൊന്നും ജെല്ലി ഏത്തില്ല കേട്ടോ. അത്രേ ഉള്ളൂ, അതേ ഉള്ളൂ. പിന്നെ നിങ്ങൾ രണ്ടുപേരും കൂടെയുള്ള കോമ്പിനേഷൻ നല്ലതായിരുന്നു. ബ്ലൂ ആൻഡ് വൈറ്റ് അല്ലേ? ബ്യൂട്ടിഫുൾ. രണ്ടുപേരെയും കാണാനും ഒരു സുന്ദരിക്കുട്ടി ഒരു സുന്ദരനും ഒക്കെ നന്നായി. മക്കളെ ഡാൻസ് കുറച്ചും കൂടി ചെയ്യാടാ കേട്ടോ. അത് ഈ പ്രായത്തിൽ ചെയ്യാണ്ട് മക്കളെ ചെയ്തു നോക്കട്ടെ. നീ ചെയ്യുന്നത് നന്നായിട്ടുണ്ട്. ഇതിന് പുറകെ നടക്കുന്ന പോലെ അല്ലാതെ ആക്കി എടുക്കാതെ കേട്ടോ. അത്രേ ഉള്ളൂ. ഓൾ ദി ബെസ്റ്റ് മക്കളെ. താങ്ക് യു ശരത് സാർ. ഹരിചേട്ടാ? വൈഗ അഭിനവ് നല്ല പെർഫോമൻസ് ആയിരുന്നു. അഭിനവിന്റെ ഒരു സോങ്സ് ആണ് ഇതൊക്കെ. കുറച്ച് കർണാട്ടിക് ഒക്കെ ഉള്ള പാട്ടുകൾ നിനക്ക് ഇഷ്ടാന്നറിയാം. പക്ഷെ നന്നായിട്ട് പാടി. അഭിനവ് സാധാരണ പാടുന്നതിനേക്കാളും എനിക്ക് ഇന്ന് അഭിനവിന്റെ പെർഫോമൻസ് ഇഷ്ടപ്പെട്ടു. വൈകയും നന്നായിട്ട് പാടി. ചന്ദ്രചൂടൊക്കെ രസമായിരുന്നു. നന്നായിട്ട് പ്രോപ്പറായിട്ട് തന്നെ പാടി. അതിലൊന്നും എഴുതാനില്ല. പിന്നെ അതൊരു കീർത്തനം ആയതുകൊണ്ട് ചില സംഗതീസ് നമ്മൾ എക്സ്പെക്ട് ചെയ്യും. എൻ്റെ ഫാദർ ഒരുപാട് പാടുമായിരുന്നത് കച്ചേരിക്കൊക്കെ. അപ്പോൾ ഇത് അതിലൊരു സംഗതിയൊക്കെ ഉണ്ട്. ചന്ദ്രചൂട ശിവശങ്കര പാർവതി രമണാനി നമോ നമോ ഇങ്ങനെയൊക്കെ ഒരു സംഭവമുണ്ട്. ഇങ്ങനെ റിഫർ ചെയ്തില്ലേ മറ്റേ അനൂപ് ശങ്കർ സാർ പാടി? മനസ്സിലായി. പല വേർഷൻസും ഉണ്ടല്ലോ ഒരു പാട്ടിന്. അങ്ങനെ ഇന്ന വേർഷൻ തന്നെ വേണമെന്നൊന്നും ഇല്ല. പിന്നെ സെക്കൻഡ് സോങ്ങും ഇതിൽ ഞാനും എഴുതി വെച്ചതാണ് നാദൃതി അല്ലേ? അത് വേറെന്തോ ആണ് പാടിയത്. അത് മാത്രം ഒന്ന് പാടിക്കാൻ മോനെ. ഓക്കെ. പിന്നെ ലാസ്റ്റത്തെ ജൂണിലെ ഞാൻ മട്ടോട്ട് വെച്ചേക്കുന്ന ഒരു തരം അത് ഓൾറെഡി ശരത്തേട്ടൻ ചോദിച്ചു. അത് അത്രയും ജൂൺ മാസത്തിന് എന്തിനാ ഇത്രയും വെയിറ്റ് എന്ന് എനിക്ക് തോന്നി. ആ സോങ്ങില് പല വേർഷൻസ് ദാസാർ പാടിയിട്ടുണ്ട്. ജൂണിലെ 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 ഇതിലേത് വേണോ നമുക്ക് ചൂസ് ചെയ്യാം. കാരണം ഇത് അങ്ങനത്തെ ഒരു റൗണ്ട് ആണല്ലോ. അപ്പോൾ മോന് വേണമെങ്കിൽ ഇതിൽ ഇത്രയും കർണാട്ടിക്കൊക്കെ പാടിയിട്ട് യു കുഡ് ഹാവ് യുനോ ഒരു മെലഡിയിലോട്ട് സമാധാനമായിട്ട് അതിലോട്ട് പോവായിരുന്നു. അവിടെയും ഇത് ഈ സംഗതി വേണ്ടാന്ന് അങ്ങനെ ബ്രില്യൻസ് കാണിക്കായിരുന്നു. ജൂണിലെ നിലാമഴയിൽ നാണമണഞ്ഞവളെ ജൂണിലെ. അപ്പോൾ ഒരു സുഖമുണ്ട് കേൾക്കാൻ നമുക്ക്. വൈഗ ബ്യൂട്ടിഫുൾ ആയിട്ട് പാടി. വൈഗ നന്നായിട്ട് തന്നെ പാടി. അങ്ങനെ ഞാനൊന്ന് പദ മൃദുല മധുര ചലന അതാരാ പാടിയത്? അഭിനവല്ലേ? അതൊന്ന് പാടിക്കേ.
ധ്വനിതരംഗതരളം പദമൃദുല മധുരചലനം ധ്വനിതരംഗതരളം പദമൃദുല മധുരചലനം. അതിനു മുമ്പ് മോനെ എന്തോ പാടി വരില്ല, ഉടലോട് ഉടലോ? ആ ഉടലോടുടലൊരു ചടുല താളജതി മന്മഥ നടനം സരസമോഹനം. ആ അതായിരുന്നു നമ്മുടെ മന്മഥൻ. ഓക്കെ, അപ്പൊ മോനെ അത് അതൊന്നും ആ നോട്ട്സ് ഒന്നും ക്ലിയർ ആയിരുന്നില്ല. ഇപ്പൊ മോൻ പറഞ്ഞപ്പോഴാണ്, അല്ലെങ്കിൽ നമ്മളൊരു ക്ലാരിറ്റിയോടെ പാടുമ്പോൾ നമുക്കൊരു ഓക്കെ ഇതാണ് ഉദ്ദേശിച്ചതെന്ന് മനസ്സിലാവും. അതും ശരത്തേട്ടൻ പറഞ്ഞായിരുന്നു, വേറൊന്നും ഇല്ല. ഓവറോൾ നല്ല പെർഫോമൻസ് ആയിരുന്നു. താങ്ക് യു സാർ. പിന്നെ ഒന്ന് ഷെല്ലൊക്കെ ബ്രേക്ക് ചെയ്യണം. ഓക്കെ സാർ. ആരെന്ത് വേണോ വിചാരിക്കട്ടെ, പൊളിക്ക്. അതെ, മാക്സിമം ട്രൈ ചെയ്തു. അതെ, എനിക്ക് തുടക്കത്തിൽ നീ എന്തോ കാണിച്ചത്, അതൊന്നുകൂടി ഒന്ന് കാണിക്ക്. എനിക്ക് എന്താന്ന് മനസ്സിലായില്ല. ഇവിടെ മറ്റേ ഇങ്ങനെ വിളിക്കുമായിരുന്നു വൈകേനെ. അല്ല, അത് വിറ്റൊന്നുമല്ല. ഇവൻ ഇത്രയും കർണാടക സംഗീതം പാടുന്നവനാണ്, എന്നിട്ട് ഇവൻ ദ്രുതം ഇങ്ങനെ കറക്റ്റ് തിരിച്ചു തന്നെ ചെയ്തോണ്ടിരിക്കുക. അവ രാമനാഥനോ നോക്കിയത്? രാമനാഥനായിരുന്നോ? സ്വാമിനാഥനായി പോയി മറ്റേ ഇതിലെ ഗോഡ് ഫാദറിലെ. എന്തൊക്കെ കാണണമല്ലേ ജീവിതത്തില്. അയ്യോ, മറ്റേ സാറിന്റെ പേര് സ്വാമിനാഥൻ അല്ലേ? അല്ലേ, എനിക്ക് അതാ തോന്നി. എടാ, രാമനാഥൻ എന്ന് പറയുമ്പോ ആ ഒരു ഒന്ന് വലിച്ചു കാണിച്ചിരുന്ന എനിക്ക് മനസ്സിലായില്ല. ഞാൻ വിചാരിച്ചു വൈകി ഇങ്ങനെ കളിയാക്കുന്ന രീതിയിൽ നീ എന്തോ ചെയ്യാന്ന് കേട്ടാ. എന്തായാലും നമ്മളെല്ലാരും കാണുന്നു. ഗിവ് അവേ കേട്ടോ. അങ്ങ് ജസ്റ്റ് കൊടുക്കുക. ചുമ്മാ ഒരുപാട് ചിന്തിച്ചോണ്ടിരുന്ന ഒന്നും നടക്കില്ല കേട്ടാ. ഓക്കെ സാർ. അപ്പൊ ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സാർ. വൈഗ, അഭിനവ് രണ്ടുപേരും നന്നായിട്ട് പാടി. പിന്നെ ആ ആക്ടിന് കുറച്ചുകൂടെ ഒരു ഫിനസ് ആവാമായിരുന്നു എന്നുള്ള ഒരു അഭിപ്രായമുണ്ട് എനിക്ക്. ഒരു ഇൻകംപ്ലീറ്റ് പോലെ ഫീൽ ചെയ്യും, പെട്ടെന്ന് എന്തോ കൺഫ്യൂഷൻ നടക്കുന്ന പോലെ ഫീൽ ചെയ്തു. അതർവൈസ് കുഴപ്പമൊന്നുമില്ല, രണ്ടുപേരും നന്നായിട്ട് തന്നെ പാടി. ഇവർ രണ്ടുപേരും ഡീറ്റെയിൽഡ് ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒരു പൊടിക്ക് എനിക്ക് വൈഗയുടെ സിംഗിങ് ആണ് ഇഷ്ടമായത്. പിന്നെ അഭിനവേ, ഹരി പറഞ്ഞ ജൂണില്ലേ, സോഫ്റ്റ് ആയിട്ടുള്ള ജൂൺ, അത് മാത്രം എനിക്കൊന്ന് കേൾക്കണം. ജൂണിലെ അങ്ങനെ അല്ലടാ, ഒന്ന് പറഞ്ഞു കൊടുത്തടാ മോനെ. പ്ലെയിൻ ആയിട്ട് ജൂണിലെ അതിന് അത്രയും പുഷും വേണ്ട. ജൂണിലെ ബെറ്റർ. അങ്ങനെ ഓരോന്നിലും വർക്ക് ചെയ്യും കേട്ടോ. രാമനാഥ, അത്രേ ഉള്ളൂ, ബാക്കിയൊക്കെ അടിപൊളിയാണ്. ഇനി മാർക്സ് ചോദിക്കാം. ഓക്കെ, ശരത് സർ. യെസ്. ആരുടെ മാർക്ക് വേണം എന്റെ പ്രിയപ്പെട്ട പാറു നിനക്ക്? എനിക്ക് രണ്ടുപേരെ വേണം. ഒറ്റയടിക്ക് പറയാൻ ഒരു വായന. ആദ്യം അബിയുടെ. അബി ചക്കരെ, എന്തോ സാർ? നിനക്ക് 8.5 മാർക്ക്. താങ്ക് യു സാർ. താങ്ക് യു. ഇനി വൈകേട. ചക്കരക്ക് 9 മാർക്ക്. അണ്ണനും തമ്മിയും ഇട്ടാലും ഓക്കെ. ഇവനില്ലേ ഡെഡിക്കേഷൻ റൗണ്ടില് ഇവന്റെ ചേച്ചിക്ക് ഡെഡിക്കേറ്റ് ചെയ്താ, പക്ഷെ അമ്മയല്ലേ വന്നിരുന്നേ. അതെ. അപ്പൊ ഇവനാണേല് ആന്റിയെ ഭീഷണിപ്പെടുത്തി വെച്ചേക്കുമായിരുന്നു, ഒന്നും പറയില്ലെന്ന് പറഞ്ഞു. എന്റെ അമ്മൂമ്മ വന്ന് ഞാൻ തല്ലിപ്പൊളിയാന്നൊക്കെ പറഞ്ഞില്ലേ, പക്ഷെ ആന്റിയെ സമ്മതിച്ചില്ല. അപ്പൊ ഞങ്ങൾ ആന്റിയോട് പറഞ്ഞായിരുന്നു ഇവന്റെ കാര്യമൊക്കെ പറയണോന്ന്. അപ്പൊ ആന്റി പറയുന്നേരം ഇവ സമ്മതിച്ചില്ല. എന്താണ് ഇവന്റെ മെയിൻ പ്രശ്നം? ഇവൻ അതപ്പോ ആന്റിയോട് ചോദിച്ചപ്പോ ആന്റി പറഞ്ഞു ഇവൻ സ്കൂളിൽ കാണിക്കുന്ന ഒന്നും ആന്റിയോട് പറയത്തില്ല, കുരുത്തക്കേടൊന്നും പറയത്തില്ല. എനിക്ക് 10/10 ഫുൾ മാർക്കാണ്, ഞാൻ അങ്ങനെ ചെയ്തില്ല ഇങ്ങനെയും ചെയ്തില്ല അങ്ങനെ പറഞ്ഞിട്ട് ഇവൻ ഉറക്കത്തില് കാണിച്ചതിന്റെ അറ്റവും മൂലയൊക്കെ പറയും. എന്നിട്ട് ആന്റി രാവിലെ വിളിച്ച് ചോദിക്കും, എന്നിട്ട് കണ്ടുപിടിക്കും. ലൈഫാടാ ഇത്. രാവിലെ രാത്രി വരെ എല്ലാ കള്ളവും പറഞ്ഞിട്ട് ഉറക്കത്തിൽ സത്യം മൊത്തം വിളിച്ചു പറയാ. ശരിക്കും ചിലപ്പോഴും അമ്മ പറയണെന്ന്. അങ്ങനെ എന്താ അമ്മ പൊക്കിയതിന്റെ? അമ്മ പറയുന്നു നീ എന്തൊരു ഉറക്കത്തിൽ എന്തൊക്കെ പറയണ കേട്ടോ. നീ എടാ ഇന്ന് പോലെ തുണി വായി വെച്ചിട്ട് കിടന്നുറങ്ങിക്കും. സെറ്റ്. അങ്ങനെ പൊക്കിയത് കള്ളത്തരം പറഞ്ഞ ഏതാ? മാർക്ക് വല്ലതും പൊക്കിയാ? എന്തായിരുന്നു രാത്രി പറഞ്ഞ വിളിച്ചു പറഞ്ഞ സത്യം?
എനിക്കറിയത്തില്ല അമ്മ ഇങ്ങോട്ടാ പറഞ്ഞേ. എല്ലാ ശരിക്കും എത്ര സബ്ജക്റ്റിലും മാർക്കായിരുന്നു? തോറ്റേ എന്നായിരിക്കും. ആണോ? വീട്ടിൽ പോയി എത്ര മാർക്ക് ഉണ്ടെന്ന് പറഞ്ഞേ? 10 ഉണ്ടെന്ന് പറഞ്ഞു. ഫുള്ളാന്ന് പറഞ്ഞു. എന്നിട്ട് ഉറക്കത്തിൽ എന്താ പറഞ്ഞു? ഉറക്കത്തിൽ ഞാൻ അമ്മയുടെ അമ്മ എന്റെ അടുത്ത് ഇങ്ങോട്ട് ചോദിച്ചു, എന്തോ നീ എന്തോ ഉറക്കത്തിൽ പറയണായിട്ടില്ലോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്ത് പറഞ്ഞു, പറഞ്ഞു എന്തോ നിനക്ക് പരീക്ഷയ്ക്കൊക്കെ പൊട്ടി എന്നൊക്കെ പറയണ കേട്ടു. പറഞ്ഞു ഇല്ല ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞില്ല, പൊട്ടി മര്യാദയ്ക്ക് പറഞ്ഞോന്ന് പറഞ്ഞ് ചട്ടോ പൊള്ളിച്ച് ഇങ്ങനെ നിൽക്കായിരുന്നു. എന്നിട്ട് സത്യം പറഞ്ഞു പൊട്ടിയാ നീ ശരിക്കും? ഇതിലല്ലാണ്ട് 8 നിലയ്ക്ക് 10ന് 7 ഉണ്ട്. 7. ഇത് 10-ലാണോ? അവിടെയും സൂപ്പർ സ്റ്റാർ ആണോ സ്കൂൾ? അല്ല ഡിക്റ്റേഷൻ ആയിരുന്നു. ഡിക്റ്റേഷൻ ഡിക്റ്റേഷൻ. ആ വാക്കൊക്കെ കേട്ടിട്ട് കാലങ്ങളായി. സത്യമാട്ടോ ഡിക്റ്റേഷൻ എന്നൊക്കെ പറയുമ്പോ പേടിയാവുന്നു. പണ്ട് സർപ്രൈസ് ആയിട്ടൊക്കെ വരും ഡിക്റ്റേഷൻ ഒക്കെ ഇട്ടിട്ട്. ഓക്കെ, ആയിരുന്നു. ഞങ്ങളുടെ ഒരു ടീച്ചർ ഉണ്ടായിരുന്നു, നാളെ എല്ലാവർക്കും ഒരു സർപ്രൈസ് ടെസ്റ്റ് ഉണ്ട്, പ്രിപ്പയർ ചെയ്ത. ഞങ്ങള് ചിരിക്കും, ടീച്ചർ ഇന്ന് എന്താണോ പറയാൻ പോകുന്നത്. അഭി ആവശ്യമില്ലാത്തൊന്നിന് വിളിച്ച് പറയരുതേ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു വൈഗ.